ഹായ്, ഞങ്ങളുടെ എടപ്പള്ളിയിലും തൃപ്പൂണിത്തുറയിലും റെസ്റ്റോറൻറ്റുകളിലെ ഭയങ്കരമായിട്ട് പൈസ ഇങ്ങനെ വന്നിട്ട് അത് ഇപ്പോൾ ഉള്ള അക്കൗണ്ടിങ് ടീമിന് അക്കൗണ്ട് ചെയ്യാൻ പറ്റണില്ല. അത്രയധികം പൈസ എണ്ണി തിട്ടപ്പെടുത്തി അത് അക്കൗണ്ട് ചെയ്ത് റെഡിയാക്കണ്ടേ. ഭീകരമായ രീതിയിൽ ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളെയും കൂടെ വേണം. എടപ്പള്ളി ഭാഗത്ത് തന്നെ ഉള്ള പോയി വരാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയായാൽ വളരെ നല്ലത്. ടാലി അറിയണം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. 9959930055. അക്കൗണ്ടിങ് ടീമിൽ വേറെ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു ഫ്രഷർ ആണെങ്കിലും കുഴപ്പമില്ല, അവർ പഠിപ്പിച്ചോ. ഈ പൈസ എണ്ണാൻ പഠിക്കണം താല്പര്യമുള്ളവരെ വേഗം മൃണാലേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ മതി. മൃണാലേട്ടൻ പറഞ്ഞത് സംഭവം തമാശയാണെങ്കിലും തമാശയെ കൂടെ തള്ളതാണെങ്കിലും നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെ തള്ളാറ് കിട്ടും. നിങ്ങൾ ഇവിടെ എന്താ സർഗാസൊന്നും വേണ്ട, നിങ്ങൾ നോർമൽ വർത്തമാനത്തിൽ ഇതുപോലെ തള്ളക്കിടക്ക് കയറി വരാറുണ്ട്. ഏതായാലും നമ്മുടെ മൃണാലേട്ടൻ്റെ പുതിയൊരു ചാനലിൽ പുതിയൊരു ഇൻ്റർവ്യൂയിലൂടെ വന്നിട്ടുണ്ട്. ആ തള്ളിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് വരാം. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഫ്രഷ്. അത്രയധികം ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തള്ള് എന്ന് പറഞ്ഞാൽ തള്ള. ഏതായാലും ആ സ്വന്തം ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, സ്വന്തം ആ നല്ലതാണ്. ഒരു ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും മിനിമം കാര്യമാണ് നമ്മുടെ മൃണാലേട്ടൻ കറക്റ്റായിട്ട് പറഞ്ഞത്. എന്താണെങ്കിലും മൃണാലേട്ടൻ ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഒരു കാര്യം സംഭവിച്ച് അങ്ങോട്ട് വരുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. അതിനൊക്കെയുള്ള കാരണം അവിടേക്കുള്ള ആളുകളെ ഇരച്ച് കയറ്റാന്നാണ് പറഞ്ഞത്. അത്രയൊക്കെ അവിടെ വെയിറ്റിംഗ് ഉണ്ടാവാറുണ്ടോ? ഈ കാണുന്ന ഈ അവിടെ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് വട്ടം പോയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, പുള്ളി പറഞ്ഞ പോലെ ഈ സക്സസ് റേറ്റ് കൊണ്ട് ഈ ആളുകൾ തിങ്ങി കയറിയിട്ട് അത്രയും വെയിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യമാണെന്നോ ആണോ അല്ലേന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാന്ന് കരുതിയിട്ടാണ്. കാരണം ഇതുവരെ അവിടെ പോയി ചെയ്ത് കുറേ വ്ളോഗേഴ്സും കുറേ ആളുകളും നോർമൽ മനുഷ്യന്മാർ അവിടെ പോയിട്ട് ഒരുപാട് വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു വ്ളോഗിലും ഞാനൊരു 5-6 ടേബിള് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു തിങ്ങലോ കയറ്റോ തിക്കോ തിരക്കോ ഒന്നും ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടില്ല. വീഡിയോയിൽ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ സത്യം പറയൽ നേരിട്ട് പോയി കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു വ്ളോഗിലും അവിടത്തേക്കുള്ളൊരു തള്ളിക്കയറ്റോ തിക്കോ തിരക്കോ ഒരു ഇത്തിരി പോലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഏതാണെങ്കിലും അതുള്ളത് കൊണ്ടാണ് വേണ്ട പോലെ ശ്രദ്ധിക്കാൻ പറ്റാത്തതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഈച്ച വരുന്നതും, അതല്ലെങ്കിൽ ബിരിയാണീൻ്റെ ചോറിൻ്റെ ചൂട് കുറഞ്ഞു പോകുന്നതും ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ലാത്തതൊക്കെ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം നമുക്ക് വിചാരിക്കാം. നിങ്ങൾ മുൻകാലത്ത് വേറെ പല ഹോട്ടലിൽ പോയിട്ട് കൊടുത്ത വ്ളോഗായാണ്. അതിൽ പറഞ്ഞ കാര്യമാണ് ആക്ച്വലി എന്ത് കാര്യം പ്രശ്നം വരുന്നത്. എന്ത് കാര്യം? കമ്മിങ് ടു ദ പോയിന്റ്. അതായത് കാപ്പി വേണോ? ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചായ കുടിച്ചു, ഹാവ് ഫൺ. അതായത് മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോയപ്പോൾ പറഞ്ഞത് ടോക്കൺ ആദ്യം കൊടുക്കണം, ടോക്കൺ ആദ്യം വാങ്ങണം, കാശ് ആദ്യം കൊടുക്കണം, എന്നാലേ ഭക്ഷണം കിട്ടും. ഭക്ഷണം ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ രീതിക്ക് ഇവർക്ക് പൈസയ്ക്ക് ആർത്തിയാണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞു. അല്ല ഇപ്പം നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അതായത് ഇങ്ങനെ പണ്ടൊരു സ്ഥലത്ത് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് നേരത്തെ പൈസ മുൻകൂട്ടി വാങ്ങിച്ചതിന് അത് പൈസൻ്റെ ആർത്തിയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമല്ലേ? ആ ചോദ്യം മൂപ്പര് ചോദിച്ചു, ആങ്കർ ചോദിച്ചു അല്ലേ? ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൃണാലേട്ടൻ അതിനുള്ള ഉത്തരം പറയുന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? മൃണാലേട്ടൻ തുടങ്ങുകയാണ് കേട്ടോ. ആ പറയുന്ന ഉത്തരം ഉണ്ടല്ലോ, ഭയങ്കര രസങ്ങളൊന്ന് കേട്ടു. ഇത് ഏത് റെസ്റ്റോറൻ്റാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിലെ ഇന്നലെ ആക്ച്വലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മനുഷ്യന്മാരിൽ ഒരാളുടെ ഓർമ്മ ദിവസമായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം ഞാനൊരു തംബ്നെയിലൊക്കെ ഇപ്പം നിങ്ങൾ എന്താ വിചാരിച്ചത്? വൈക്കം മുഹമ്മദ് ബഷീറും ഈ പൈസ മുൻകൂട്ടി വാങ്ങിയും തമ്മിൽ എന്താ ബന്ധം എന്ന് പറയാൻ പോകുന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? അതൊന്നും അല്ല കേട്ടോ. ഇത് ഇനി മഹായുദ്ധത്തിലോട്ട് വരെ നമ്മൾ പോകാൻ പോവാണ്. കേക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജൂലൈ 5-ന് എനിക്ക് ലൈവ് ചെയ്യണം ബഷീറിനെ പറ്റിയിട്ട്. അപ്പം അതിന് കറക്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കും ഉണ്ടായിരുന്നു, യുദ്ധം. ലോകത്തിലെ യുദ്ധങ്ങൾ ഇല്ലാതാവണമെങ്കിൽ. അപ്പം എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മാത്രമല്ല പെസ്റ്റ് കൺട്രോൾ നമ്മളെല്ലാം 4 ദിവസം കൂടുമ്പോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് കണ്ടങ്ങൾ അത് യുദ്ധത്തിലോട്ട് എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് യുക്രൈൻ യുദ്ധം വരും, ഹമാസ് ഗസ യുദ്ധം വരും, അത് കഴിഞ്ഞിട്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധം വരും. ആ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് കയറാൻ പോകുന്ന വിലക്കയറ്റത്തിലോട്ട് നമ്മൾ കയറും. അങ്ങനെ നമ്മളിങ്ങനെ കയറി നമ്മൾ ലോകത്തിൻ്റെ പല തലങ്ങളിലോട്ടൊക്കെ സഞ്ചരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പോഴും നമ്മൾ വിചാരിക്കും ഇപ്പം മറ്റേ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ ഇപ്പം വരും. നമ്മളിങ്ങനെ കഥോർത്ത് നമ്മളങ്ങനെ ഇരിക്കും. എന്നിട്ട് വരൂല. അതാണ് എൻ്റെ രസം. എന്നിട്ട് വരും എന്താന്നുള്ളത് കേക്ക് പിടിയിട്ടില്ല. പിന്നെയാണ് വേറൊരാള് ഈ സെൽഫ് സർവീസിൻ്റെ കാര്യം പറഞ്ഞത്. ഇത് ഏത് റെസ്റ്റോറൻ്റാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
തമിഴ്നാട്ടിൽ എവിടെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് പേര് ഓർമ്മയുണ്ടോ? ഇല്ല. എനിക്കും ഓർമ്മയില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ ഇവിടെ കൊച്ചിയിൽ എവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ പണ്ടൊരു സംഭവം എൻ്റെ വൈഫുമായിട്ട് പോയതാണെന്ന് എൻ്റെ ഓർമ്മ. എനിക്ക് ഇറുതയുടെ ഓർമ്മയില്ല, കുറേ കാലം മുമ്പാണ് ഇതൊക്കെ. അന്ന് അവിടെ സെർവ് ചെയ്യാൻ ആളുണ്ട്, പക്ഷെ അയാൾ പറയുന്നു പണം ആദ്യം കൊടുക്കണമെന്ന്. അത് ഓക്വേർഡല്ലേ? ഇവിടെ സെർവ് ചെയ്യാൻ ആരും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആര് ഭക്ഷണം തരും? നിങ്ങൾ തന്നെ വാങ്ങിക്കണ്ടേ? മനസ്സിലായി. ഇത് മെക്ഡൊണാൾഡ്സ് കണ്ടുപിടിച്ച സിസ്റ്റമാണ്, ഞാൻ കണ്ടുപിടിച്ചതല്ല. ഇതിന് വേറൊരു വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാം. കേട്ടല്ലോ നിങ്ങൾ, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ചോദ്യം കഴിഞ്ഞ് നമ്മൾ ബഷീറിന്റെ കഥയിലോട്ട് കയറി, കഥയിൽ നിന്ന് യുദ്ധത്തിലോട്ട് പോയി, യുദ്ധത്തിൽ നിന്ന് ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന മൊത്തം യുദ്ധങ്ങൾ വന്നു. അതുകൊണ്ട് വിലക്കയറ്റം എന്തുകൊണ്ടുണ്ടാവുന്നു? വിലക്കയറ്റം വന്നു കഴിഞ്ഞാൽ 80 രൂപ കൊടുത്തവന് 70 രൂപൻ്റെ ഫുഡ് കൊടുത്തവന് 80 രൂപൻ്റെ ഫുഡ് എങ്ങനെ കൊടുക്കാൻ പറ്റും? എല്ലാ കഥകളും കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ആൻസർ പുള്ളിയുടെ മനസ്സിലോട്ട് വന്നതാണ്. അതുവരെ ഇങ്ങനെ ആലോചിക്കുക, കഥ പറഞ്ഞ് എന്താ ഇപ്പോൾ പറയുക പടച്ചോനെ, പെട്ടെന്നുള്ള ചോദ്യം ചോദിച്ചല്ലോ എന്നിങ്ങനെ പേടിച്ച് അവസാനം സംഭവം എത്തി. മൂപ്പര് പണ്ട് പോയ റെസ്റ്റോറൻറ്റിൽ സെൽഫ് സർവീസിനൊക്കെ അല്ല സർവീസ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പൈസ നേരത്തെ വാങ്ങണ്ടല്ലോ, ആ സർവീസ് ചെയ്തോന്ന് തന്നെ പൈസ വാങ്ങിച്ചോളൂലേ. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങളാരും ഈ പാവം മൃണാളേട്ടൻ്റെ മെക്കിട്ട് കയറേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല. ഇതിനുള്ള ആൻസർ ഇത്രയേ ഉള്ളൂ. ഇന്നലെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പുള്ളി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ആൻസർ എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഇൻ്റർവ്യൂവർ ആണെങ്കിൽ അതിൽ ഊള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടുത്ത ചോദ്യം കേൾക്കും. എനിക്ക് മനസ്സിലാവാത്തത്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ആളുകൾ എന്തിനാ എന്നെ സ്നേഹിക്കുന്നതെന്നാണ്. നിങ്ങൾ പറഞ്ഞു അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ മൃണാളേട്ടാ. നിങ്ങൾ അങ്ങനെ സഹിച്ചാൽ സാരല്ല, ആൾക്കാർ സ്നേഹിച്ച് വെറുപ്പിച്ചിട്ട് കൊല്ലട്ടെ എന്ന്. ഇതിങ്ങനെയൊക്കെ തന്നെ അല്ലേ ജീവിതം എന്ന് പറഞ്ഞത്? ഈ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു വിചാരിച്ചിട്ടല്ല നിങ്ങൾ ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. ഇന്നത്തെ ദിവസവും നമ്മൾ ഇതായതുകൊണ്ട് തിരഞ്ഞെടുത്തൊന്നുമല്ല. ഈ സമയം ഈ റെസ്റ്റോറൻറ്റിൽ ആരും ഇല്ലാതിരിക്കുന്നുള്ളതുകൊണ്ടാണ് ഈ സമയത്ത് ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. മാത്രമല്ല നാളെ എനിക്ക് ട്രാവലും ചെയ്യണം അല്ലേ. അല്ലാതെ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ല, പ്രീ പ്ലാൻഡ് അല്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ, ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടിട്ട് അന്നും അല്ല കേട്ടോ. നമ്മൾ പണ്ടേ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് നമ്മൾ ഇന്ന് വന്ന് ഇൻ്റർവ്യൂ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന സമയത്ത് പണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫുള്ള് നിങ്ങൾ എയറിലായതുകൊണ്ട് നമ്മൾ എയർന്ന് ചുരണ്ടി എടുത്ത കുറച്ച് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. അല്ലാതെ പ്രീ പ്ലാൻഡും അല്ലെങ്കിൽ എൻ്റെ സത്യാവസ്ഥ, എൻ്റെ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ പറഞ്ഞു തരാനുള്ള ഒരു ഇൻ്റർവ്യൂ ഒന്നും ആയിട്ട് ആരും കരുതരുത് പ്ലീസ്. അങ്ങനത്തെ ചിന്തകളൊന്നും വരാൻ പാടില്ല കേട്ടോ പ്ലീസ്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടത്, ഒരു ചേച്ചി മോനായിട്ട് ആരോ വന്നിരിക്കുകയാണ്. ആ വീഡിയോ ഞാൻ കണ്ടതാണ്. 1 മണിക്കാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ഹംഗ്രി മൃണാളിൽ വന്നിട്ട് 1 മണിക്കാണ്, ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ആ ഭക്ഷണത്തിന് ചൂടില്ല എന്ന് മാത്രമേ അവരുടെ കംപ്ലൈൻറ്റ് ഉള്ളൂ. അവർ ആ വീഡിയോ തന്നെ കൃത്യം പറയുന്നുണ്ട്, എല്ലാം അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. എന്ത് ഭക്ഷണം അവർ കഴിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഒരു ചോറും മീൻസ് അങ്ങനെ എന്തോടെ വാങ്ങിയത്. അവർ ബിരിയാണി കഴിച്ചു. ഈ ചേച്ചി ബിരിയാണി രണ്ടിനും ചൂടില്ല ഇല്ല. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണിക്ക് അവർ ആകെ ആ വീഡിയോ കംപ്ലീറ്റ് ഈ റെസ്റ്റോറന്റ് ആണ് തൃപ്പൂണിത്തുറ. അതറിയാം. ഞാൻ വീഡിയോ കളേഴ്സ് ഇങ്ങനത്തെ ജംസൂട്ട് പോലത്തെ കളറാണോ വെള്ള കളറാണോ? വെള്ള 2 ക്വസ്റ്റ്യനും കൂടെ ചോദിക്കണം. അവർ വന്നത് വെള്ള കളറിലാണോ ചുവന്ന കളറിലാണോ? ചേച്ചിയുടെ ചുരിദാറിന്റെ കളർ മഞ്ഞയാണോ ചോപ്പയാണോ? ചേച്ചിന്റെ കൂടെ ഉള്ള 1 കുട്ടിയാണോ 2 കുട്ടിയാണോ? ഇനി ഹസ്ബൻഡ് പുറത്തുനിന്നാണോ വന്നത് അതോ അകത്തുനിന്നാണോ വന്നത്? ഇങ്ങനത്തെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കല്ലേ നമുക്കൊരു ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ അല്ലേ. അതല്ല അതിന്റെ സത്യം. ഏതായാലും നമ്മളിപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി നമ്മൾ വിചാരിക്കും മൃണാളേട്ടൻ ഇപ്പം നേരിട്ട് അതിനുള്ളൊരു ആൻസർ നിങ്ങൾ അതിലെടുത്ത് തരുന്നുള്ള. ഇല്ല, നമ്മൾ പണ്ട് യുദ്ധത്തിൻ്റെ കഥ ഓർക്കില്ല. നമ്മൾ അങ്ങനെ യുദ്ധത്തിൻ്റെ കഥ പോലെ നമ്മൾ ഇച്ചിരി ഒന്ന് ചൈന, ജപ്പാൻ, കൊറിയ ഒക്കെ കയറിയിട്ട് നമ്മൾ ഒരു ഉത്തരം അപ്പോഴേക്കും നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഓക്കെ, തുടങ്ങട്ടെ. ആക്ച്വലി ഇവിടുത്തെ ഫുഡ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ബേൻമേരിയിലാണ്. ബേൻമേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രഞ്ച് വാക്കാണ്. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ മിക്കവാറും ടൈംസ് എല്ലാം ഫ്രഞ്ചാണ്. അവരാണ് ഈ സാധനത്തിന് ഈ നിലയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 3 മണിക്കൂർ തീരില്ല. ഒന്നുമില്ല. മേരി ആൻഡൻ കരമേ, അതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പേസ്ട്രി ഷെഫ്. അങ്ങനെയാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഷെഫ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഒരു കാര്യം, ഈ ചേട്ടൻ മൃണാളായിട്ട് കഥ പറഞ്ഞ് കഴിയുമ്പോഴേക്കും എന്നെ ഉണർത്തും, ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്നൊക്കെ വരും. കാരണം ഞാൻ വിചാരിക്കുന്ന ആൻസർ, ഞാൻ ഈ ചൂടാറിയതിൻ്റെ ആൻസർ വെയിറ്റ് ചെയ്ത് കേട്ടോ, വേറെ ഒന്നുമല്ല. പറ. അത് കഴിഞ്ഞിട്ട് ആ ലെഗസി കൊണ്ടുവന്നത് ഷെസാർ റിറ്റ്സും നമ്മുടെ ഇങ്ങേരുമാണ്. റിറ്റ്സിന്റെ ഷെഫിന്റെ പേര് പറഞ്ഞു. എനിക്കിപ്പോൾ മറവൊന്നും വയസ്സായില്ലേ. ഈ ഷെസാർ റിറ്റ്സ് ഭയങ്കര രസികനായി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സവോയ് റെസ്റ്റോറൻറ്റിന്റെ ആദ്യത്തെ, അതായത് സവോയ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആദ്യത്തെ പ്രോപ്പർ 5-star ഹോട്ടൽ. സവോയിൽ ഇങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്. ഷെഫിന്റെ പേര് വേണ്ട, അത് കേൾക്കുന്നവർ ഗൂഗിൾ ചെയ്തത് നമ്മൾ സിമ്പിൾ അല്ലേ. ഇവർ രണ്ടുപേരുമാണ് ഈ സംഭവം സെറ്റ് ചെയ്തത്, ബ്രിഗേഡ് സിസ്റ്റം എല്ലാം. എനിവേ ബേൻമേരി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് ഒരു സ്റ്റീലിന്റെ വലിയൊരു തടാകം പോലെ, വലിയ തടാകമല്ല,
ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമുക്ക് 100 ഡിഗ്രി എന്തായാലും പറ്റൂല, കാരണം ഒടുക്കത്തെ ചൂടായിരിക്കും, ബോയിൽ ചെയ്ത് പോകും. ഒരു 65 ഡിഗ്രിയുടെ താഴെയാണ് ബാക്ടീരിയ വളരുക എന്നാണ് പറയുക. ഈ 6 to 65 എന്ന് പറയും. അതായത് 6ന്റെ താഴെ പോകണം, 65ന്റെ മേലെ പോകണം. അപ്പോൾ 65ന്റെ മേലെയാണ് ഈ വെള്ളത്തിന് ചൂട് വെക്കുക. അതിന് ഇവിടെ തെർമോമീറ്ററും കാര്യങ്ങളും അത് എല്ലായിടത്തും ഉണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള സംഭവമാണ്, ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. ഇതിനകത്തേക്ക് ട്രെയിലാണ്, അതായത് ഫുഡ് ട്രെയിലാണ് ഇത് ഇറക്കി വെക്കുക. അപ്പോൾ ബിരിയാണി ചെമ്പ് അങ്ങനെ വെക്കാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ബിരിയാണി ചെമ്പ് ഇറക്കി വെക്കാൻ പറ്റുന്ന ബേൻമേരി എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും, വലുതായിരിക്കും. നമ്മൾ അതിനൊരു സെപ്പറേറ്റ് ബേൻമേരി ഒരു കിച്ചൺ എക്യുപ്മെന്റ് മാനുഫാക്ചറായിട്ട് സംസാരിച്ച് ഉണ്ടാക്കി. അയാളത് വേറെ റെസ്റ്റോറൻറ്റ്സുകൾക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഫുഡ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ചൂടുണ്ടായില്ല എന്ന് അങ്ങോട്ട് വരട്ടെ. ഇതിനാണ് മൃണാലേട്ട വെയിറ്റ് ചെയ്ത് നിന്നത്. ആൻസർ വരട്ടെ ഉള്ളതിന് ഒറ്റ ഉത്തരം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് വിളമ്പി വെച്ചിട്ട് ആ കസ്റ്റമറുടെ കയ്യിലെത്ത സമയത്ത്. അത് ശരി. ഈ ബേമേരിൻ്റെ കഥയും ലോകത്തിൽ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ അവിടുത്തെ ഷെഫ് ഈ ബേമേരി ഉണ്ടാക്കിയ കണക്ക് എന്താണ് റെസ്റ്റോറൻ്റ് അകത്ത് തടാകം പോലത്തെ ബേമേരി വെക്കുന്നുണ്ട്. അതിലിങ്ങനെ പാർട്ടുണ്ട്. അതിലെ വെള്ളത്തിൻ്റെ ചൂട്, ടെമ്പറേച്ചർ, അതിൻ്റെ ക്വാളിറ്റി എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാം ഭക്ഷണം ചിലപ്പോൾ ഞാൻ നേരത്തെ വിളമ്പി വെച്ചിട്ടുണ്ടാവുന്നു. ഇത് കേൾക്കാനാണ് അങ്ങോട്ട് ഇത്രയും കഥ പറഞ്ഞത്. എന്നാൽ പിന്നെ തുടക്കത്തിലാണ് പറഞ്ഞാൽ പോരുന്നോ ഭക്ഷണം നേരത്തെ വിളമ്പി വെച്ചിട്ടുണ്ടാവും. അത് റെസ്റ്റോറൻറ്റിൽ എന്താ ചേച്ചിൻ്റെ കയ്യിലോട്ട് എത്താൻ നേരം വയ്പ്പോൾ ഇത് പറഞ്ഞാൽ പോരെ. ഇതിന് ഇത്രയും വലിയൊരു വളഞ്ഞ മൂക്ക് പിടുത്തൊക്കെ പിടിക്കണോ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ശരിക്കും നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഇനി വേറെ എന്ത് ആൻസർ ഉണ്ടോ എന്നും കൂടെ നോക്കട്ടെ. ഇതിന് വെയിറ്റ് ചെയ്യും. എന്നാലും ഒരു മിനിമം ഉണ്ടാവില്ലേ? ഇവര് തീരില്ല എന്നാണ് കാരണം പറയുന്നത്. ഇത് നല്ല ചൂടുള്ള സമയത്തോ മറ്റോ ആണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിന്റെ ആ ഒരു റേഞ്ചിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ ചൂടില്ലായ്മ ഫീൽ ചെയ്യും. പിടിച്ചിരുന്നു. വേറെ എന്തോ ഒരു കഥയും കൂടെ വരുന്നുണ്ട്, എന്നിട്ട് അതിനുള്ള മറുപടി വരുള്ളൂ. ഇത് റൂം ടെമ്പറേച്ചറിലാണ്. ഈ ടെമ്പറേച്ചറിൽ ഫുഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ചൂട് ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ശീലിച്ചവരാകുമ്പോൾ. നല്ല ഭക്ഷണം കഴിച്ച് ശീലിച്ചവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. എന്ത് കിട്ടിയാലും കഴിക്കുന്നവർക്ക് ചൂടില്ലെങ്കിൽ പ്രശ്നമില്ല, എന്തായാലും പ്രശ്നമില്ല. പുറത്തുനിന്ന് നല്ല ഭക്ഷണം കഴിച്ച് വന്നവരാണ് ഇവിടെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം അത്രയും മോശമാണ്. അങ്ങനെ സ്വയം എന്താണ് മൃണാലേട്ട അങ്ങനെ സ്വയം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യല്ലേ? നല്ല ഭക്ഷണം കഴിച്ചവർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് മോശമായി തോന്നണമെങ്കിൽ അപ്പോൾ അവിടെ കൊടുക്കുന്ന അത്രയും മോശം ഭക്ഷണമായിരിക്കണ്ടേ? നിങ്ങളിങ്ങനെ സ്വയം ഈ വായുന്നേ മറ്റേ എന്തോ പറയണ്ടത് വികടങ്ങോ എന്തോ സംഭവമില്ലേ, നാവിൽ സരസ് ചതിക്കി എന്തൊക്കെ എന്തോട്ടെ, അത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഞാനല്ലെങ്കിൽ പിന്നെ മൂപ്പരെ പോലെ യുദ്ധകഥമൊക്കെ എടുക്കേണ്ടി വരും. എന്താണെങ്കിലും ഇതാണ് സംഭവം. ആരോ നല്ല ഭക്ഷണം കഴിച്ച ആളവിടെ വന്നിട്ടുണ്ട്, അവർക്ക് അവിടുത്തെ ഭക്ഷണത്തിന് കംപ്ലൈൻറ്റും ഉണ്ട്. അത് പുള്ളിനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ചൂടില്ലെങ്കിൽ പ്രശ്നമില്ല, എന്തായാലും പ്രശ്നമില്ല. അവർ വെള്ളം പോലെ ഐസ്ക്രീം കഴിക്കും. നല്ല ഭക്ഷണം കഴിച്ച് ശീലിച്ചവരായിരിക്കണം അവർ. അതുകൊണ്ട് തന്നെ ആ ഒരു 35 ഡിഗ്രിയുടെ താഴേക്ക്, അല്ലെങ്കിൽ വേനൽക്കാലത്താണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസം ഒരാഴ്ചയുടെ ഉള്ളിലാണ് അവർ ആ വീഡിയോ ഇട്ടത്. എനിവേ വേനൽക്കാലത്താണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ 40 ഡിഗ്രിയുടെ മേലേക്ക് പോയിരുന്നു പുറത്ത്. എന്നോട് ആര് പറഞ്ഞു അത് വേനൽക്കാലത്തല്ലാതെ 3-4 ദിവസമൊന്നുമില്ല, പണ്ടെപ്പോഴും എടുത്ത വീഡിയോ ആയിരിക്കും അത്. എനിവേ ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വേനൽക്കാലത്തെ കാര്യമാണ്. മഴക്കാലത്ത് നമ്മുടെ ടെമ്പറേച്ചർ അത്യാവശ്യം AC ഓണായി വരുന്നേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും പേർക്കുന്നുണ്ട്, ലൈറ്റ് ഒന്നും കൂടി ആയിരിക്കും. എനിവേ അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ഒരു 35 ഡിഗ്രിയുടെ ലെവലിലേക്ക് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 65 35 ആയാൽ മതി. AC അല്ലേ, AC 24-23 അല്ലേ ഉള്ളത്. 65-35 ആവാൻ മണിക്കൂറുകളൊന്നും പുറത്ത് വരണ്ട. ഇതിനൊക്കെ ഒരു ആംഗിളും കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ഇതിലൊരു കാര്യം പറയണ്ട, വിട്ടുപോയി. എൻ്റെ തെറ്റാണ്. അവർക്ക് തണുത്ത ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ്. കാരണം എന്ത് സംഭവിച്ചിട്ടുണ്ടാവുന്ന വെച്ചാൽ ഈ കൗണ്ടറിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വിളമ്പി വെച്ച ഭക്ഷണം കസ്റ്റമർക്ക് കിട്ടാതിരുന്നുണ്ടാവുക. എൻ്റെ തെറ്റാണ്. ഇതങ്ങ് തുടക്കത്തിൽ പറഞ്ഞാൽ പോരെ. ഒന്നുകിൽ അവിടെ കൊടുത്ത ഭക്ഷണം രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണമായിരിക്കും, അത് ഈ പറഞ്ഞ പോലെ ബേമേരിയിൽ വെച്ച് ചൂടാക്കാനൊന്നും നിന്നിട്ടില്ല. അതല്ലെങ്കിൽ എപ്പോഴോ ആർക്കോ വേണ്ടി എടുത്തു വെച്ച ഭക്ഷണം അങ്ങോട്ട് കൊടുത്തു. അതിന് ഈ റൂം ടെമ്പറേച്ചറും 40 ഡിഗ്രിയും 45 ഡിഗ്രിയും 35 ഡിഗ്രിയും ഇവിടുത്തെ ടെമ്പറേച്ചർ ഇത്രയാണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ ഇത്രയാണ്, AC ടെമ്പറേച്ചർ 24 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പം ഫുഡ് ചൂടാറിപ്പോയി. ആരോ നേരത്തെ എടുത്തു വെച്ച് അത് കിട്ടാൻ നേരം പോയി രാവിലെ ഉണ്ടാക്കി എന്തോ അത് പറ്റി. അതെൻ്റെ തെറ്റാണ്. ഇതിനായിരുന്നോ നമ്മൾ ഈ അരമണിക്കൂർ ഈ കഥയൊക്കെ കേട്ടത് മൃണാലേട്ട? ഇനിയും മൃണാലേട്ടൻ കിടന്ന് മെഴുകുന്നുണ്ട്, ഒന്നുകൂടെ കേട്ടോക്ക്. 1 മണിക്ക് എന്തായാലും ഞങ്ങളുടെ ഭക്ഷണം ഇവിടുത്തെ പ്രൊസീജിയർ നോക്കിയാൽ നടക്കാൻ സാധ്യതയില്ല. സോറി, ബിരിയാണി റെഡി ആവുന്നതിന്റെ സൗണ്ടാണ്. 1 മണിക്ക് ഒരു ചാൻസും ഇല്ല. അതറിയാണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ മൃണാലേട്ടൻ വേറൊരു സംഭവം തള്ളിയിട്ടിരുന്നു. അത് അപ്പം തള്ളായി തോന്നി, പക്ഷേ ഇപ്പം അതൊരു അബദ്ധമായിട്ട് തോന്നുന്ന കേക്ക് കിട്ടും. അത് ഒരു പോഷൻ കേക്ക് റെഡി ആവുന്നതിന്റെ സൗണ്ടാണ്. 9:30 ബിരിയാണി റെഡി ആയല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി കഴിച്ചാലോ? അപ്പൊ 3:42 9:30 ബിരിയാണി റെഡിയാണ്. അപ്പം നമ്മൾ ഈ സാധാരണ ചില റെസ്റ്റോറൻറ്റിൽ സാധാരണ ഈ പക്ക ബിരിയാണിയെ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റിൽ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഒരു 11-11:30 കേട്ടോ. അതുവരെ ദമ്മിലാണ് വെക്കത്. ദം ബിരിയാണി എന്നും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബിരിയാണിയൊക്കെ നമ്മൾ അങ്ങനെ വെക്കാറ്. ആ സമയത്ത് ദമ്മ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പുറത്തോട്ടങ്ങ് എടുക്കാറ്. അതാണ് സാധാരണത്തെ ഒരു ശീലം.
പക്ഷെ മൃണാളേട്ടൻ്റെ ഹോട്ടലിൽ മൃണാളേട്ടൻ തന്നെ പറഞ്ഞു 9:30-ക്ക് ദമ്മ് ബിരിയാണി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 9:30-ക്ക് ബിരിയാണി ദമ്മ് പൊട്ടിച്ചെടുത്ത ബിരിയാണി അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വരെ കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ചിലപ്പോൾ ഉച്ചക്ക് 1 മണി 1:30 ആകുമ്പം ഈ പറഞ്ഞ തടാകത്തിലെ വെള്ളത്തിന് ഇച്ചിരി ചൂട് കുറഞ്ഞു പോയാലൊക്കെ ചൂടാറും. അങ്ങനെ സമ്മതിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മൃണാളേട്ട. അതിന് നമ്മൾ ഇത്രയും വലിയ ലോകായുക്ത കഥകളൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ കാണുന്നു ആ 342 ടോക്കൺ നമ്പറാണ്. ഇത്രയും സമയം 342 പിന്നെ എന്തിനാ മാർക്കറ്റ് ചെയ്യുന്നത്? അല്ല ഇത് തുടങ്ങി 2 മണിക്കൂറല്ലേ ഉള്ളൂ. ഓ എന്താലേ, രാവിലെ 9:30-10 മണി ആയിട്ടുള്ള സമയം, അപ്പോഴേക്കും 342 ടോക്കൺ നമ്പറായി. ഇനി എന്തിനാണ് മാർക്കറ്റിംഗ് മൃണാളേട്ടൻ ചോദിക്കുന്നത്? കറക്റ്റാ മൃണാളേട്ട. പക്ഷെ മൃണാളേട്ടൻ്റെ അണ്ണാക്ക് കൊടുത്തോണ്ടായിപ്പോയി ആ ഏങ്കറിൻ്റെ ഒരു മറുപടി. അവിടെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് കൂട്ടോ കേക്ക്. ഈ മറ്റേ പണ്ട് വായനശാലയ്ക്ക് റെസീറ്റ് അടിക്കുമ്പോൾ 1 തുടങ്ങാതെ മറ്റേ 300 തുടങ്ങിയതാണ്. ഞാൻ വന്നപ്പോൾ ഏതാണ്ട് അതല്ലേ. എന്നാ പിന്നെ അത് ഇന്നലെ രാത്രി എങ്ങാനും റീസെറ്റ് ചെയ്യാനെങ്ങാനും വിട്ടുമായിരിക്കും. 1342 നിന്നായിരിക്കും ഇന്നലെ രാത്രി. ഇതെങ്ങനെയാണ് അണ്ണാക്ക് കൊടുക്കുക അതൊക്കെ പറഞ്ഞത്? ഞാൻ വന്നപ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു. അത് പഴയ എപ്പത്തോളം നമ്പറാ. ആരാ പറയണ അറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ ക്ലൗഡ് കിച്ചണിൽ ബിരിയാണി വിറ്റുപോയ റെസ്റ്റോറൻറ്റ് ഉടമയാണ് പറയുന്നത്. മൊത്തത്തിൽ മൂഞ്ചലും തെറ്റലും ആണില്ല. പോട്ടെ, ഇനി അടുത്ത തള്ളു കേൾക്കാം നമുക്ക്. ഭയങ്കര രസമാട്ടെ തള്ളു കേൾക്കാൻ. 1342 നിന്നായിരിക്കും ഇന്നലെ രാത്രി. എന്ത് കഴിച്ചേക്കടാ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇപ്പോൾ മൃണാലല്ല സാധാരണ വ്ളോഗൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറയേണ്ട, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോ ഇങ്ങനെ ഒരു പരിപാടിയോ വരില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സാധാരണ റെസ്റ്റോറൻറ്റാണ് നമ്മൾ ചോദിക്കില്ല എന്താ ഈച്ച. അങ്ങനെയല്ല, കുറച്ചുകൂടി ഓക്കെ പുതിയത് തുടങ്ങി അവർ ബാലൻസ് ചെയ്ത് വരുന്നു എന്നൊരു കൺസിഡറേഷൻ ഉണ്ടാവും. എന്റെ കസ്റ്റമേഴ്സ് ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഇല്ല, ആരും ചോദിച്ചു നിങ്ങൾ പറയുന്നത്? ഓൺലൈനിൽ കാണുന്ന കാര്യം ഈ ഓൺലൈനിൽ കാണുന്നവരെ ഓൺലൈനിലല്ലേ? അല്ല മൃണാളേട്ട, നിങ്ങൾ അവിടെ ഫുൾ ടൈം ഇരിക്കാറുണ്ടോ? അവിടെ ഈച്ചനെ വരുമ്പോൾ നിങ്ങളോട് നേരിട്ട് വന്ന് പറയാം നിങ്ങൾ അങ്ങനെ ഫുൾ ടൈം അവിടെ 24 hours ഇരിക്കാറാ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങളുടെ മുഖത്തോക്കി പറയരുത് ചേട്ടാ അവിടെ ഈച്ചുണ്ട്, ഈ ചേട്ടാ അവിടെ ഈച്ചുണ്ട്. അതൊക്കെ കോമൺ ആണെന്നല്ല എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല, നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല, പിന്നെ നിങ്ങൾ മിണ്ടൂല. ഓൺലൈനിൽ പറഞ്ഞാൽ മാത്രം പ്രശ്നമാകുള്ളൂ. ഓൺലൈനിൽ തന്നെ ഇത്രയും കാലം നിങ്ങൾ വന്ന് കുണച്ചുകൊണ്ടിരുന്നത് ഓൺലൈനിൽ തന്നെ അല്ലായിരുന്നോ? അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സകല റെസ്റ്റോറൻറ്റിലും കയറിയിട്ട് നിങ്ങൾ തള്ളി മറച്ച് കുറ്റപ്പെടുത്തി വിട്ടത് അല്ലേ? ഈ കോഴിക്കോട് റഹ്മത്തോട്ടൽ വരെ ഒന്ന് കയറിയിട്ട് നിങ്ങൾ ബിസിനസ് പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഭയങ്കര ബിസിനസ്സാണ്. ഇത് കോഴിക്കോട് റഹ്മത്തിലെ അവിടെ വരെ കുറ്റം പറഞ്ഞ് പോയ ആളാങ്ങൾ. അതൊക്കെ പോട്ടെ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പം ഓൺലൈനിൽ മാത്രം ഇരുന്ന് ജീവിച്ച് ഫുഡിന് റിവ്യൂ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഓൺലൈനിൽ ആരെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഓനോട് പോവാൻ നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ എന്താണ് മൃണാളേട്ട നമ്മൾ പറയാം? മൃണാളുടെ ബാക്കി പറഞ്ഞു നിങ്ങൾ. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഓൺലൈനിലാണ് കണ്ടോണ്ടിരിക്കുന്നത്. അത് ശരി, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആൾക്കാര് ഇവിടുത്തെ റെഗുലർ കസ്റ്റമേഴ്സ് അല്ലാത്തിടത്തോളം, ഞങ്ങളുടെ റെഗുലർ കസ്റ്റമേഴ്സിന് ഈ വക കൺസേൺസ് ഇല്ലാത്തിടത്തോളം ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഈ സ്ഥിരമായിട്ട് ഇത് കിട്ടി ശീലിച്ചോ പിന്നെ ശീലപ്പെട്ടോളും. പിന്നെ ഓരോന്നും പറയാൻ നിൽക്കൂല, കിട്ടുന്ന കഴിച്ചിട്ട് അങ്ങോട്ട് പോകും. അതാണ് സത്യം. പണ്ട് ആരാ ദിലീപല്ലേ ഇത് സിനിമയെ പറഞ്ഞത്, ഇത് സ്ഥിരം എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു പ്രയാസം തോന്നും, പിന്നെ അതാണ്ട് ശീലമായിക്കോളെന്ന് പറഞ്ഞ ആ അമ്മ അതിന് ആൻസർ അതിന് മൃണാളേട്ടൻ പറഞ്ഞത്. ഇനിയും കഴിഞ്ഞിട്ടില്ല മൃണാളേട്ടൻ്റെ അടുത്ത തള്ളിലോട്ട് നമ്മൾ വീണ്ടും കയറുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? കസ്റ്റമർ ഒരു കാര്യം അങ്ങനെ നമ്മൾ പറയുന്നതാണ്. ഒരിക്കലും അങ്ങനെ അല്ലാതെ ഫീൽ ചെയ്തത് മണ്ടൻ ഫീഡ്ബാക്കുകൾ ഉണ്ടാവും. അത് പേഴ്സണലി ഫീൽ ചെയ്താൽ പോരാ. അത് മൃണാളേട്ടൻ പറഞ്ഞിരുന്നു, കേട്ടിരുന്നോ ചൂനെ? ഇന്നലെ മൃണാളേട്ടൻ പറഞ്ഞിരുന്നു ഒരുത്തൻ ബിരിയാണി കൊള്ളൂലല്ലോ മൃണാളേട്ട എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പൊക്കോളാനാ പറഞ്ഞത്. അതായത് ഈ ബിരിയാണി കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ കഴിച്ച ബിരിയാണി രാവിലെ വാങ്ങിച്ച ബിരിയാണി വൈകുന്നേരം കഴിച്ച്, അല്ലെങ്കിൽ ബിരിയാണി എന്താണെന്ന് പോലും അറിയില്ല. അതിൻ്റെ അർത്ഥം പോടോന്ന് തന്നെയാണ് അല്ലേ? അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. എന്തായാലും വേണ്ടില്ല, അതിന്റെ പിന്നാലെ നമ്മൾ പോകണം അല്ലേ? നമ്മൾ മൃണാളേട്ടൻ്റെ അടുത്ത് തള്ളു കേൾക്കാം. ചെയ്യാൻ പറ്റൂല. ഒരു കസ്റ്റമറുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ചിക്കൻ കറിയിൽ ബോൺലെസ് പീസ് വേണം എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ വില കൂടും. വേറൊരു കസ്റ്റമറുടെ ആവശ്യം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി കൂട്ടണം എന്നുള്ളതാണ്. നിങ്ങൾ 2 വാങ്ങിച്ചാൽ മതി. ചിക്കൻ കറിക്ക് ആകെ 40 രൂപ എടുത്തേ വിലയുള്ളൂ. നിങ്ങൾ 2 വാങ്ങിച്ചാലും ഒരു AC ഉള്ള റെസ്റ്റോറൻറ്റിൽ ഒരു ചിക്കൻ കറി മേടിക്കുന്ന കാശാവുന്നില്ലല്ലോ. അപ്പോൾ ഒരു കസ്റ്റമർക്ക് വേണ്ടി മാത്രം ഇതിനെ ക്വാണ്ടിറ്റി കൂട്ടുന്നത്. മനസ്സിലായി. അങ്ങനത്തെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഫീഡ്ബാക്കും ഉണ്ടാവും, നമുക്ക് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന ഫീഡ്ബാക്ക് ഉണ്ടാവും. അത് എല്ലാവരുടെയും ജീവിതത്തിലെല്ലാം ഇല്ലേ? എല്ലാവരും പറയുന്ന എല്ലാം സാധിച്ചു കൊടുക്കാൻ ഞാനൊരു വായിക്കത്തപ്പോ ഒരു കാര്യത്തിന് കൂടി ക്ലാരിറ്റി വേണം. അതായത് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഫുഡ് അവരവർക്ക് ഇഷ്ടമുള്ളത് അവരിപ്പോൾ എനിക്കിഷ്ടം ചോറും തൈരും അച്ചാറും കിട്ടിയാൽ ഞാൻ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിരിക്കും എനിക്ക് ആ ദിവസം ഉച്ചയ്ക്ക് തോന്നുന്നെങ്കിൽ അതിനുള്ള റേറ്റ് ഞാൻ പേ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഓൺ ദ അതർ സൈഡ് ഇപ്പോൾ സാമ്പാർ മേജർ ഒരു കാര്യം പറയപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ വരുന്ന കാര്യം അതാണ്. അതായത് സാമ്പാർ 2 തവണ ഇപ്പോൾ സാധാരണ കടകളിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ വീട്ടിൽ ഊണ് അല്ലെങ്കിൽ സാധാരണ കട നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റില്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് കേട്ടോ. റോഡ് സൈഡിൽ ഞാനിവിടെ കൊടുക്കുന്ന റെന്റ് ഇല്ലേ, ഒരു മാസ്റ്റർ റെന്റ്,
അത്രയും പൈസ ഉണ്ടാവില്ല അതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ആ കടയും ഈ കടയും നമ്മൾ കമ്പയർ ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വണ്ടി ഒരു ടൊയോട്ട ഇന്നോവ എന്ന് വെച്ചോ. ഓക്കെ, 7 സീറ്റാണ് വണ്ടിയിൽ. മറ്റേ 5-8 ലക്ഷം രൂപ കൊടുത്താൽ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന ഒരു 7 പേർക്കോ 10 പേർക്കോ ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയുണ്ട്. നിങ്ങൾ ആ വണ്ടിയും ഈ വണ്ടിയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടൊയോട്ട പൂട്ടേണ്ടി വരും. കാരണം ടൊയോട്ട ഒന്നും ചെയ്യാനില്ല അതിൽ. നിങ്ങൾ ഇവിടെ ഞാൻ ഒരു മാസം കൊടുക്കുന്ന സാലറി അതിൽ പ്രധാന പാർട്ട് ക്ലെൻലിനെസ് ആണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ അത് കോടിക്കണക്കിനാണ്. അതിൽ പ്രധാന പാർട്ട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മുതലായിട്ടുള്ള ഹൈജീൻ ഏരിയയിലാണ്. അതായത് ഞങ്ങളുടെ ഒരു മാസത്തെ സാലറി പോലും ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു കടയിൽ കിട്ടുന്ന ഒരു സാധനവും ഞങ്ങൾ തരുന്ന സാധനം തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ ഒരു സെക്കൻഡ് പോലും ഞാൻ ചിലവാക്കില്ല. ഞാൻ അത് കേൾക്കാൻ പോലും തയ്യാറല്ല. എങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? കേട്ടല്ലോ. അപ്പൊ ഇതാണ് സംഭവം. ഇത് സാധാരണക്കാരന്റെ കട എന്ന് വിചാരിച്ച് കാറില്ലാത്തവനെല്ലാം കൂടെ ബൈക്കും കൊണ്ട് ബൈക്ക് പാർക്ക് ചെയ്ത് നേരെ കൊണ്ട് കയറ്റി കഴിഞ്ഞാലും ഇത്രയൊക്കെ പൈസ ആവും. അത് അത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ സാമ്പാറും ചോറും മാത്രം കഴിക്കുകയാണെങ്കിൽ തൈരും ചോറും മാത്രം കഴിക്കാൻ വരുന്നതിന് കുഴപ്പമില്ല. പറഞ്ഞ പോലെ 20 റുപ്യൻ്റെ ചോറും 20 റുപ്യൻ്റെ സാമ്പാറും കൊണ്ട് 10-40 റുപ്യക്ക് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. നല്ല കാര്യം. അതല്ലാണ്ട് സാധാരണക്കാരുടെ കടയെന്നും വിചാരിച്ച് ചാടി കയറിയിട്ട് മറ്റു ഹോട്ടലിൽ കിട്ടുന്ന പോലെ 200 രൂപക്ക് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് കിട്ടും എന്ന് വിചാരിച്ചാൽ കിട്ടൂല. 200 രൂപക്ക് നിങ്ങൾക്ക് കുറച്ച് ലിമിറ്റഡ് ഐറ്റംസ് ഒക്കെ എല്ലാം കൂടെ കൂട്ടിക്കഴിച്ചാലും കിട്ടുള്ളൂ. അപ്പോൾ കേട്ടല്ലോ, നിങ്ങൾ ഈ സാധാരണക്കാരുടെ കട എന്ന് പറയണ്ട. അവിടെ ചേട്ടാ ഞാൻ കാര്യം കാർ പാർക്കിംഗ് ഉണ്ടാക്കണമെന്ന് നല്ലത്. ഈ കാറിൽ വരുന്നവരായിരിക്കും ഇത്രയും പൈസ കൊടുത്ത് ഫുഡ് കഴിക്കാൻ നല്ലത് ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ അവന്മാരൊക്കെ അവിടെയുള്ള റോഡ് സൈഡിലെ ലോക്കൽ കടയിൽ നിന്ന് കഴിക്കട്ടെ. നമ്മളിവിടെ AC വെച്ചിട്ട് ലോകത്ത് എവിടെയില്ലാത്ത ക്ലെൻലിനെസ് ഈച്ചനെ വാരി വിതറി ക്ലെൻലിനെസ് കൊടുത്തിട്ട് അതല്ലെങ്കിൽ സ്റ്റാഫിന് സെൽഫ് സർവീസ് സ്റ്റാഫ് ഇല്ല എന്നല്ല പറഞ്ഞത്. എന്താവട്ടെ എന്നിപ്പോൾ നമ്മൾ ചോദിച്ച് നിങ്ങൾക്ക് അതിന് ടെൻഷൻ ആവേണ്ട. ഈ പറഞ്ഞ ഇത്രയും സ്റ്റാഫിന് സാലറി കൊടുത്ത് കോടിക്കണക്കിന് രൂപ നമ്മളിവിടെ മുടക്കി കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ പൈസ വാങ്ങിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ കാര്യം ചെയ്യും. ബൈക്ക് പാർക്കിംഗ് മാത്രമുള്ള മാറ്റിയിട്ട് കാർ പാർക്കിംഗ് കൂടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തീരുമാനമായി. പിന്നെ ആരെങ്കിലും ചൊറിയാൻ വരുമോ ചേട്ടനെ? ഇതിനേക്കാൾ വലിയ പൈസ വാങ്ങുന്ന ഹോട്ടലുണ്ട്. ആരെയും ചൊറിയാൻ പോകണ്ടോ പിന്നാലെ? ഇല്ല. പക്ഷെ നമ്മൾ ഈ ഒരുമാതിരി 2 തോണിയിലും കാലിട്ടിട്ട് ഒരു തോണീൻ്റെ കാല് തള്ളുന്നത് പാവപ്പെട്ടവന്, മറ്റേ തോണിയിൽ കാല് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് നൈസായിട്ട് ബാക്കിയുള്ളവർക്കിട്ട് ഊക്കുന്ന പരിപാടിയില്ലത്. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. കമ്പാരിസൺ തരാം. ഇപ്പോൾ ബൃന്ദാവനിലെ 125-135 റുപ്യക്കാണ് ഊണ്. നിങ്ങൾ ബൃന്ദാവനിൽ പോയി കഴിക്കൂ പ്ലീസ്. കീട്ടിലെ ഊണാണ്, ലവ് ഇറ്റ്. ഞാൻ ചിന്തിക്കാറുണ്ട് ഈ മനുഷ്യൻ ഇത് എങ്ങനെ. ഞാൻ ഇന്നലെയും കൂടെ മാർട്ടിൻ എന്ന് പറഞ്ഞ എൻ്റെ നെടുമ്പാശ്ശേരിയിലെ ഫ്രണ്ടിനോട് പറഞ്ഞേ ഉള്ളൂ എനിക്ക് ബൃന്ദാവൻ്റെ മുതലാളിയെ ഒന്ന് പരിചയപ്പെടണം. ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് 100 എത്ര രൂപയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിക്കുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. ചിലപ്പം മൂപ്പര് സ്വന്തം പേരും മറ്റേ തറവാടും ഒക്കെ പണയം വെച്ച് പൈസ എടുത്തിട്ട് ബാക്കിയുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ ഊണ് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പം 1, 2, 3 ഷോപ്പൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് കംപ്ലീറ്റ് ഫേക്കായി പോയില്ലും നാളേട്ടാ. ഇത്രയും ചിലവാക്കി ഇത്രയും കൊടുക്കുന്ന ഊണ് ഞാൻ ഇത്രയും 160, 170 അല്ലെങ്കിൽ 200 വാങ്ങിക്കുന്നുണ്ട്. വൃന്ദാവനിലെ 125, അതും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഊണ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ നിങ്ങൾ പോയി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മൊത്തം ഇങ്ങനെ ഊതി വീർപ്പിച്ച ആ ഒരു ബലൂണില്ലേ, അത് അവസാനം കൊണ്ടിട്ട് മൂട്ടിൽ പോയിട്ട് പൊട്ടിച്ച അവസ്ഥയായിപ്പോയി. ഈ മുസ്ലിങ്ങളാണ് ഇപ്പോൾ അത്തയ്യാത്തിൽ വഴിയിടുക. എന്താണെന്നുള്ളതൊക്കെ പിന്നെ പറഞ്ഞുതരാം. എന്താണെങ്കിലും ഈ പറഞ്ഞ പരിപാടി ആരെങ്കിലും ഇപ്പോൾ കാണിച്ചത് അവസാനം കൊണ്ട് കാണിച്ച് ഈ ഇൻ്റർവ്യൂയുടെ ലാസ്റ്റ് കൊണ്ട് ചാമ്പലൊരു വല്ലാത്ത ചാമ്പലായിപ്പോയി എൻ്റെ മൃണാളേട്ടാ. എന്താ ബാക്കി ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലൂടെ എത്തും നമ്മൾ കേട്ടോ. പുതിയ ബൃന്ദാവനോടെ എടപ്പള്ളി തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. എനിക്കവിടെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ നമ്പർ 1 ആണത്. ബൃന്ദാവൻ ഇസ് എക്സെപ്ഷണൽ, ഒരു സംശയമില്ല. ഞാനും പറയും നിങ്ങൾ ദേവി ഇതോടെ പോകും, ഞാനും പോകും, ഒരു സംശയമില്ല. പക്ഷേ നോൺ വെജിറ്റേറിയൻ ആണ് ഈ റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ബൃന്ദാവനായിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നത്? അത് ഞാൻ ഊണും സാമ്പാറിനെ കുറിച്ച് മാത്രമാണ്. ഊണും സാമ്പാറും മാത്രമായിട്ട് ബൃന്ദാവനിൽ നിന്ന് കിട്ടുമോ? അല്ല, അവിടെ റിപ്പീറ്റ്ലി ആയിക്കോട്ടെ, കഴിച്ചോണ്ടിരിക്കും. 120 രൂപ ഊണും സാമ്പാറും അല്ലേ? ഇവിടുത്തെ സാമ്പാറിന് എത്ര രൂപയെന്നറിയോ? 20 രൂപ. നിങ്ങൾ 6 തവണ നിങ്ങളിവിടെ സാമ്പാർ മേടിച്ചാലും നിങ്ങൾക്ക് 114 രൂപയാവും. കാരണം ചോറിന് 14 രൂപയാണ് അല്ല. 5 തവണ സാമ്പാർ മേടിച്ചാലും 114 രൂപയാവുള്ളൂ. 5 തവണ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/2 ലിറ്റർ സാമ്പാറാണ്. 1/2 ലിറ്റർ സാമ്പാർ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൃന്ദാവന ലാഭം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൃന്ദാവന ലാഭം. പ്ലീസ്, നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരരുത്. നിങ്ങൾക്ക് വാല്യൂ ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ പോകൂ. ഞാനിവിടെ ചീപ്പായിട്ട് ഫുഡ് കൊടുക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ചീപ്പായിട്ട് ഫുഡ് കൊടുക്കുന്ന ചേട്ടൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ടവരെ നിങ്ങൾ ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന വെച്ച് പോണ്ട. സാമ്പാറും ചോറും മാത്രം തന്നെ നിങ്ങൾ അങ്ങോട്ട് പൊക്കോ. അതല്ലെങ്കിൽ നിങ്ങൾ വൃന്ദാവനിൽ പൊക്കോ. 125 രൂപക്ക് സാമ്പാറും ചോറും മോരും എളിശ്ശേരിയും പുളിശ്ശേരിയും സൈഡിലെ എല്ലാ കൂട്ടുകളും പപ്പടടക്കം പൊളിച്ച് വരാൻ നിൽക്ക്. അതും ഏറ്റവും ബെസ്റ്റ്, ചേട്ടൻ തന്നെ പറയേണ്ട ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു ഏരിയയാണ്. പുള്ളി അവിടെ പോയി കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും വൃന്ദാവൻ ഇങ്ങനെ പണി കൊടുക്കുന്നു. ആങ്കറിന് എവിടെ നിന്ന് കിട്ടി വൃന്ദാവൻ്റെ പേര് സമയത്ത് എന്നുള്ളതാണ്. ക്വാളിറ്റി
കംസ് അറ്റ് എ പ്രൈസ്. പക്ഷേ നിങ്ങളുടെ പോക്കറ്റിൽ വെറും 20 രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഞ്ഞി ഒരു കൊണ്ടാടം മുളകും കഴിച്ചിട്ട് വയറ് നടന്നിട്ട് നിങ്ങൾക്ക് പോവാം. മനസ്സിലായി. 20 രൂപ. ഏത് AC റെസ്റ്റോറൻറ്റിലാണ് 20 രൂപ വേണ്ട കേട്ടോ, ആക്ച്വലി 20 രൂപ വേണ്ട. ഏത് AC റെസ്റ്റോറൻറ്റിലാണ് നിങ്ങൾക്ക് 20 രൂപയ്ക്ക് വയറ് നടക്കാൻ പറ്റും? ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഇത് ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകൾ പൂട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് തുറക്കണേ. നിങ്ങളെന്താ പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന ബൃന്ദാവൻ്റെ കാര്യത്തിൽ എനിക്ക് വേറെ കാര്യമോട് പറയാനുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമല്ലോ, പ്രത്യേകിച്ച് കർണാടകയിലും തമിഴ്നാട്ടിലും. കേരളത്തിലെ ബഹുഭൂരിഭാഗം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള അഡോപ്ഷൻസ് ആണ് പലപ്പോഴും ഉണ്ടാവും. ഇപ്പം മസാല ദോശ നമ്മുടെ അല്ലല്ലോ, പൂരി ഒന്നും നമ്മുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡ് അല്ലല്ലോ. ഞാൻ അവിടെ പോയിട്ട് ഈ അടുത്ത കാലത്തൊക്കെ 2-3 കൊല്ലത്തിനിടയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് ബൃന്ദാവൻ്റെ അത്ര പോരല്ലോ. അതായത് ഒറിജിനേറ്റ് ചെയ്ത സ്ഥലത്ത് പോയിട്ട് ഈയിടെ ഏബിൾ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടെ ചെന്നൈ ടി നഗറിലുള്ള ഏറ്റവും ഫേമസ് റെസ്റ്റോറൻറ്റ്, എൻ്റെ പേര് വീഡിയോ ഉണ്ട്, ഏബിളും ഞാൻ ഇതേപോലെ ഇരുന്നിട്ട് പറയുന്നു, ഇത് ബൃന്ദാവൻ്റെ പരിസരത്ത് എത്തൂലല്ലോ. ആക്ച്വൻ ഐക്കൺ. നിങ്ങൾ 1/2 ലിറ്റർ സാമ്പാറും ചോറും കഴിക്കാനാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബൃന്ദാവനാണ് ലാഭം. മാത്രമല്ല അതിൻ്റെ കൂടെ വേറെയും കറികൾ കിട്ടുമല്ലോ. മാത്രമല്ല നിങ്ങൾക്ക് സെർവ് ചെയ്ത് കിട്ടും, നിങ്ങൾ ക്യൂ നിൽക്കണ്ട, നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല, അവിടെ പോവും. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇതാണ് അവസ്ഥ. അപ്പം വൃന്ദാവൻ്റെ ഫുഡ്, അതായത് പുറത്ത് ചെന്നൈയിലും മറ്റ് പല സ്ഥലങ്ങളിലും പോയി കമ്പയർ ചെയ്യുമ്പോഴും പോലും വൃന്ദാവനിലെ ഫുഡാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതേ ചേട്ടൻ തന്നെ കുറച്ച് ഇപ്പുറത്ത് നിങ്ങൾ പൈസക്ക് വാല്യൂ കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വൃന്ദാവനേക്കാൾ നല്ലത് എന്താന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഉറച്ച് നിൽക്കും മൃണാളേട്ടാ. നിങ്ങൾ എയറിൽ കയറിയതിന് ശേഷം ഓരോ ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലോട്ടാണ് പാറി പോകണം. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂ പോലും അബദ്ധങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ കളിയാക്കുന്നതൊന്നുമല്ല, സർക്കാസ് നിങ്ങൾ പറഞ്ഞ പോലെ പൈസ വെച്ചിട്ട് എണ്ണാൻ വെച്ചിട്ട് പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെയൊന്നുമല്ല. ആ സർക്കാസൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ശരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇൻ്റർവ്യൂ നിങ്ങൾ പറയുന്ന വലിയ വലിയ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല, കാരണം നിങ്ങൾ വലിയ ആൾക്കാരല്ലേ, നിങ്ങളൊക്കെ വമ്പൻ സെറ്റപ്പുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വായന നിങ്ങളുടെ നാവും കൂടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഏതെങ്കിലും കാലത്ത് കാക്കത്തി കൊണ്ടുപോയി നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയാം. അമ്മ അതിൽ തള്ളും, തള്ളിൻ്റെ ഇടക്ക് വേറെ തല വീരവാദങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ കൊളത്തിയിടും. പിന്നെ വെറുതെ അങ്ങ് സ്വയം പൊങ്ങി അവസാനം ഇപ്പം എവിടെ എത്തി, പൊങ്ങി അങ്ങ് എത്തി. അപ്പം അബദ്ധം പറ്റിയെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് പകരം ഞാൻ എന്തോ മറ്റേ സംഭവമാണ്, ഞാൻ അതാണ്, ഞാനിതാണ്, അവസാനം കണ്ടല്ലോ നിങ്ങൾ, ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇൻ്റർവ്യൂ. ഇതിലും മൃണാളേട്ടൻ്റെ വായിന്ന് വന്നത് മൊത്തം അബദ്ധങ്ങൾ മാത്രമാണ്. എന്താണെങ്കിലും ഇതിനെ വെളുപ്പിക്കാൻ, ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളെ വെളുപ്പിക്കാൻ മറ്റൊരു ഇൻ്റർവ്യൂ കൂടെ സെറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യമല്ലേ?